हताशा से एक व्यक्ति बैठ गया था। पिछले कक्षा में यह पाठभाग का कुछ भाग हमने पढ़ा। यह पाठभाग दो पाठ है। पहला विनोद कुमार शुक्ला का हताशा से एक व्यक्ति बैठ गया था कविता, और उस कविता पर नरेश सक्सेना की टिप्पणी। इस कविता में विनोद कुमार शुक्ला ने कहते हैं कि हम जो व्यक्ति के नाम, पता, उम्र, ओहदे, जाति आदि जानते तो उस व्यक्ति को नहीं जानता, बल्कि हम एक व्यक्ति को निराशा, हताशा, असहायता, संकट आदि जानते तो हम उस व्यक्ति को जानता है। आदि नहीं जानते तो हम उस व्यक्ति को नहीं जानते थे। यह कविता दो मनुष्यों के बीच मनुष्य को मनुष्य की तरह याद दिलाती है। यह कविता यहाँ कई व्यक्ति सड़क पर घायल पड़े देखकर हमने उस व्यक्ति को देखकर मैं उस व्यक्ति को न पहचान कर उसे मदद नहीं करता, लेकिन कवि कहते हैं कि हम जो व्यक्ति के असहायता, संकट और निराशा आदि जानते हैं और बाकी सबको न जानते थे। ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കവിതയിലൂടെ ഈ പാഠഭാഗത്തിലെ രണ്ട് പാർട്ടുകളാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ആ രണ്ട് പാർട്ടുകളിൽ ഒന്നാമത്തെ പാർട്ട് കവിത, വിനോദ് കുമാർ ശുക്ലയുടെ കവിതയാണ്. കവിതയുടെ ടൈറ്റിലാണ് ഹതാശ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ താ. ആ കവിത കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ടിപ്പണിയാണ് നരേഷ് സക്സേനയുടെ, നമ്മൾ ആ ഭാഗമാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ കവിതയിൽ പറയുന്ന കാര്യങ്ങളെ നരേഷ് സക്സേന വിലയിരുത്തുകയാണ്. അതായത് നമ്മൾ വർഷങ്ങളായിട്ട് അറിയുക, ജാന എന്നുള്ള വാക്കിനെ, അറിയുക എന്നുള്ള വാക്കിനെ നമ്മൾ മനസ്സിലാക്കി വെച്ചത് ഒരു വ്യക്തിയുടെ പേര്, അഡ്രസ്സ്, വയസ്സ്, പദവി, ജോലി, ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിഞ്ഞാൽ നമ്മൾ ആ വ്യക്തിയെ അറിഞ്ഞു എന്ന് നമ്മൾ ധരിച്ചിരിക്കുന്നു. ഇത് നമ്മുടെ എന്താണ്, രൂഢി പഹിച്ചാനി, കുറേ മുന്നേ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന ഒരർത്ഥമാണ്. എന്നാൽ ആ അർത്ഥത്തെ കവി തിരുത്തി എഴുതാണ്. അതല്ല ശരിക്കുള്ള അർത്ഥം എന്ന് പറയാണ്. ഈ ജാന എന്നുള്ളതിൻ്റെ യഥാർത്ഥ അർത്ഥം, അസലി അർത്ഥ്, യഥാർത്ഥ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്, ഹം ഏക് വ്യക്തിക്കോ അസഹായത, നിരാശ, സങ്കട്ട് ആദി ജാനത്തെയോ, നമ്മളൊരു വ്യക്തിയുടെ നിസ്സഹായമായ അവസ്ഥ, നിരാശ, അയാളുടെ സങ്കടങ്ങൾ, പ്രയാസങ്ങൾ, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അയാളെ അറിഞ്ഞു എന്ന് പറയാൻ പറ്റുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത്. ഇനി അതിൻ്റെ ബാക്കി കുറച്ച് ഭാഗങ്ങളും കൂടി ഉണ്ട്, അതും കൂടി നമുക്ക് എടുക്കാം. ഓക്കെ, അടുത്ത ഭാഗം നോക്കൂ. ഇനി അടുത്ത വീണ്ടും മറ്റ് ലൈനുകൾ എടുത്തിട്ട് വ്യാഖ്യാനിക്കുകയാണ് നരേഷ് സക്സേന. വഹ് മുझे नहीं जानता था, हाथ बढ़ाने को जानता था, हम एक दूसरे को नहीं जानते थे, साथ साथ चलना जानते थे. यह नहीं जानना और जानना कविता में किसी लोकगीत के स्थाई की तरह बार बार लौटता है. गद्य में लिखी हुई किसी कविता में लिरिकल या गीतात्मकता का बोध इस खूबी के साथ हिंदी की किस कविता में आया, याद नहीं आ रहा. എന്നിട്ട് അദ്ദേഹം പറയാണ്, വഹ് മുझे नहीं जानता था, അയാൾക്ക് എന്നെയും അറിയില്ലായിരുന്നു. കവിതയിലെ ഒരു ലൈനാണ്. ഹാത്ത് ബടാനെക്കോ ജാനത്താ താ, എന്നാൽ എൻ്റെ കൈ പിടിക്കാൻ അറിയുമായിരുന്നു. ഹം ഏക് ദൂസരെക്കോ നെഹി ജാനത്തെ തെ, ഞങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ലായിരുന്നു. സാത്ത് സാത്ത് ചലന ജാനത്തെ തെ, എന്നാൽ കൂടെ ഒരുമിച്ച് നടക്കാൻ അറിയാമായിരുന്നു. യഹ് നെഹീം ജാന്ന ഔർ ജാന്ന, ഇവിടെ ഈ കവിതയിൽ നെഹീം ജാന്ന എന്ന അറിയില്ല, ജാന്ന അറിയുന്നു. കവിത മേ കിസി ലോകഗീത് കെ സ്ഥായി കി തര ബാർ ബാർ ലൗട്ടെ, ഈ കവിതയിൽ ഒരു നാടൻ പാട്ടിലെ വരികൾ പോലെ ഈ പറഞ്ഞ രണ്ട് വാക്കുകൾ ആവർത്തിച്ച് വരുന്നുണ്ട്. ഏത് വാക്കുകളാണ്? നെഹീം ജാന്ന ഔർ ജാന്ന. ഓക്കെ, गद्य में लिखी हुई किसी कविता में लिरिकल या गीतात्मकता का बोध इस खूबी के साथ हिंदी की किस कविता में आया, याद नहीं आ रहा. എന്നിട്ട് നരേഷ് സക്സേന പറയാണ്, നരേഷ് സക്സേന कहते हैं कि
गद्य में लिखी हुई किस कविता में लिरिकल या गीतात्मकता का बोध ഗദ്യത്തിൽ എഴുതിയ ഗദ്യ രൂപത്തിൽ എഴുതിയ ഈ കവിതയിൽ കവിതയുടെ മറ്റുള്ള കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നുമില്ല, സാധാ രീതിയിലാണ് എഴുതി പോയിട്ടുള്ളത്. അതാണ് ഗദ്യത്തിൽ എഴുതിയിട്ടുള്ള എന്ന് പറയുന്നത്. അത്തരം ഒരു കവിതയിലെ വരികളും അതിൻ്റെ മനോഹാരിതയും ഇസ് ഗൂബി കെ സാത്ത് ഹിന്ദി കി കിസ് കവിതമായ ഇത്രയും മനോഹരമായിട്ട് ഹിന്ദിയിൽ മറ്റൊരു കവിതയിൽ എനിക്ക് വായിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല എന്ന് ആര് പറയാണ്? നരേഷ് സക്സേന പറയാണ്. അതായത് ഇത്രയും ലളിതമായിട്ടും മനോഹരമായിട്ടും പിന്നെ വരികളെ എഴുതിയിട്ടുള്ള മറ്റൊരു കവിത ഞാൻ ഹിന്ദി ഭാഷയിൽ കണ്ടിട്ടില്ല എന്ന് നരേഷ് സക്സേന പറയണം. അടുത്ത നോക്കൂ. जैसे किसी गजल में आखिरी शेर के आखिरी शब्द श्रोताओं की जुबान पर आप से आप आ जाते हैं, वैसे ही इस कविता के अंतिम शब्द यानी साथ साथ चलना के बाद यदि कविता पाठ रोक दिया जाए तो सुनने वाले गुदवाक्य पूरा कर देंगे और कहेंगे जानते थे. ഇനി പറയുന്നുണ്ട് जैसे किसी गजल में നമ്മളൊരു ഗസലിലെ അവസാന വരികൾ ആഖരി ഷെർ, അവസാന വരികൾ ആഖരി ശബ്ദ്, ആ അവസാന വരിയിലെ അവസാന വാക്ക് ശ്രോതാവോ കി ജുബാൻ പർ ആപ് സെ ആപ് ആ ജാത്തെ, ശ്രോതാവോ അത് കേൾക്കുന്ന ആളുടെ ജുബാൻ പർ നാവില് ആപ് സെ ആപ് ആ ജാത്തെ എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ആവർത്തിച്ചു വരും. ഒരു മനോഹരമായിട്ടുള്ള ഒരു പാട്ടിലെ ഒരു ഗസലിലെ അവസാന വരിയിലെ അവസാന വാക്ക് കേൾക്കുന്ന ആളുടെ നാവിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ചു വരും. നമുക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയും. വൈസേ ഹി ഇസ് കവിത കെ അന്തിം ശബ്ദ്, അതുപോലെ തന്നെ ഈ കവിതയിലെ അന്തിം ശബ്ദ് അവസാന വാക്ക് യാനി, അതായത് സാത്ത് സാത്ത് ചലന, ഈ കവിതയിലെ അവസാന വാക്ക് എന്താണ്? സാത്ത് സാത്ത് ചലന, കൂടെ നടക്കുക, ഒരുമിച്ച് നടക്കുക എന്നാണ്. കെ ബാദ് യദി കവിത പാട് രോക്ക് ദിയാ ജായത്തോ, ആ വരിയോട് കൂടി ആ കവിത അവസാനിപ്പിച്ച് നമ്മൾ പോവുകയാണ് അല്ലേ? ആ വരിയോട് കൂടി നമ്മൾ ആ കവിത അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് തോ സുന്നെ വാലെ, ഈ കവിത കേൾക്കുന്നവർ ഗുദ്വാക്യ പൂരാ കർ ദേംഗെ അവർ കഹെങ്കെ ജാനത്തെ, അവർ സ്വയം ആ അവസാന വരിയുടെ കൂടെ ഒരു വരിയും കൂടി എക്സ്ട്രാ കൂട്ടിച്ചേർക്കും. എന്താണ് ചേർക്കുക? ജാനത്തെ, അറിയാം, ഞങ്ങൾക്ക് തമ്മിൽ അറിയാം എന്ന് അവർ കൂട്ടിച്ചേർക്കും. മനസ്സിലാവുണ്ടോ? അതായത് ഈ കവിതയിൽ എന്താണ് ലാസ്റ്റ് പറയുന്നത്? ഞങ്ങൾക്ക് പരസ്പരം അറിയില്ലെങ്കിൽ പോലും ഒരുമിച്ച് നടക്കാൻ അറിയാം, അങ്ങനെ നടക്കുമ്പോഴേക്ക് എന്ന് പറഞ്ഞിട്ട് അവസാനിക്കുകയാണ്. പക്ഷെ അതോടുകൂടി കേൾക്കുന്ന ആളുകൾ ഒരു വരി കൂടി എക്സ്ട്രാ ചേർക്കുകയാണ്, ജാനത്തെ, ഞങ്ങൾക്ക് പരസ്പരം അറിയാം. അതായത് അത്രയും ഒരു മനുഷ്യനെ അറിയണമെങ്കിൽ എന്താവശ്യമില്ല? മുൻ പരിചയങ്ങളൊന്നും ആവശ്യമില്ല, മനുഷ്യത്വം മതി എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി അവസാന ഭാഗം നോക്കൂ. यह कविता जानना शब्द के रूढ़िग्रस्त अर्थ को पूरी तरह से बदल देती है. इस कविता की पहली 2 पंक्तियों में ही कवि अपनी पूरी बात कह देता है. शेष पंक्तियां उसी कहे गए को और सदन और गहरा करती है. कविता का संदेश है कि 2 मनुष्यों के बीच मनुष्यता का एहसास यानी मानवीय संवेदना होना जरूरी है, जानकारियां जरूरी नहीं എന്ന് പറയുന്നു. യഹ് കവിത, ഈ കവിത ജാന ശബ്ദ കെ രൂഢീഗ്രസ്ത് അർത്ഥ കോ പൂരി തരഹ സെ ബദൽത്തി ഹൈ. ജാന എന്നുള്ള വാക്കിന്റെ രൂഢീഗ്രസ്ത് അർത്ഥം, അതായത് രൂഢീഗ്രസ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറെ മുന്നേ വർഷങ്ങളായി മനസ്സിലാക്കി പോന്ന, അല്ലെങ്കിൽ സ്റ്റീരിയോ ടൈപ്പിക് എന്നൊക്കെ പറയാം, നമ്മൾ കുറെ മുന്നേ മനസ്സിലാക്കി പോന്ന ആ അർത്ഥത്തെ പൂരി തരഹ ബദൽത്തി ഹൈ, മുഴുവനായിട്ട് മാറ്റിയാണ്. ആ വാക്കിന്റെ അർത്ഥത്തെ പൂർണ്ണമായിട്ടും മാറ്റിയാണ്. इस कविता की पहली 2 पंक्तियों में ही कवि अपनी पूरी बात कह देता है. ഈ കവിതയിലെ ആദ്യത്തെ 2 വരികളിൽ തന്നെ കവി തൻ്റെ പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ശേഷ് പങ്ക്തിയാ ഉസി കഹേ ഗയേ കോ ഔർ സദൻ ഔർ ഗഹര കർത്തി ഹൈ. ബാക്കിയുള്ള വരികൾ ഈ ഫസ്റ്റ് പറഞ്ഞ വരികളെ ഒന്നും കൂടി സ്ട്രോങ് ഉള്ളതും ആഴത്തിലുള്ളതാക്കാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് ആ ഫസ്റ്റുള്ള 2 ലൈൻസ്, ആദ്യത്തെ 2 ലൈൻസിലൂടെ തന്നെ തനിക്ക് പറയേണ്ട മുഴുവൻ കാര്യങ്ങളും കവി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് ഫസ്റ്റ് 2 ലൈനുകൾ ഇവിടെ പറയുന്നത്? അതായത് ഹത്താശ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ താ വ്യക്തി കോ മൈ നഹീ ജാനതാ താ. നിരാശനായ ഒരു വ്യക്തിയെ എനിക്കറിയില്ലായിരുന്നു, അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, എന്നാൽ ആ വ്യക്തിയെ എനിക്കറിയില്ലായിരുന്നു. ആ ഒരു 2 വരിയിലൂടെ തന്നെ കവി തൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ബാക്കി
കവിത का संदेश है कि ഈ കവിത നൽകുന്ന സന്ദേശം ഇതാകുന്നു. दो मनुष्यों के बीच मनुष्यता का एहसास यानी मानवीय संवेदना होना जरूरी है, जानकारियां जरूरी नहीं. ഈ കവിത തരുന്ന സന്ദേശം എന്താണ്? दो मनुष्यों के बीच मनुष्यता का एहसास यानी मानवीय संवेदना होना जरूरी है. മനുഷ്യത്വം എന്നുള്ള തിരിച്ചറിവ്, മനുഷ്യരാണെന്നുള്ള തിരിച്ചറിവ് ആണ് ഈ കവിത നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. ജാൻകാരിയാം ജരൂരിനെയും, അല്ലാതെ അറിഞ്ഞിരിക്കൽ ഒരിക്കലും നിർബന്ധമില്ല. ആദ്യം തന്നെ അറിഞ്ഞിരിക്കണം എന്നുള്ളത് ഇവിടെ പറയുന്നേ ഇല്ല. മനുഷ്യത്വം എന്നുള്ളത് തീർച്ചയായിട്ടും ആ തിരിച്ചറിവ് ഉണ്ടായിരിക്കലാണ് ഏറ്റവും പ്രധാനം എന്നാണ് ഈ കവിത നൽകുന്ന സന്ദേശം. കിന്തു ഈ സന്ദേശ് കവിതാമേ ഉപദേശ് കി തരേ നഹീ മാത്ത. എന്നാൽ ഈ സന്ദേശം ഈ കവിതയിൽ ഒരു സ്ഥലത്തും ഉപദേശം പോലെ പറയുന്നില്ല, ഇല്ലല്ലോ. അപ്പൊ ഈ കവിതയിൽ എവിടെയെങ്കിലും ഈ പറഞ്ഞ സന്ദേശം പറയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതിലൂടെ അതാണ് ഇവിടെ നേരത്തെ പറഞ്ഞത്, ആദ്യത്തെ 2 വരികളിൽ കൂടെ തന്നെ താൻ പറയാൻ ഉദ്ദേശിച്ച മുഴുവൻ കാര്യങ്ങളും കവി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്ക് ടെക്സ്റ്റിൽ പറയുന്നത് പേജ് നമ്പർ 70 കാണാം. 17 നോക്കൂ. ടിപ്പണിക്ക് ആധാർ പർ ലിഖേ. നമ്മൾ ഈ ടിപ്പണി വായിച്ചു, ഇപ്പം ഇതുവരെയുള്ള ടിപ്പണി വായിച്ചു, എന്നിട്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. നോക്കൂ, ജാനേക്ക് രൂഢിഗ്രസ്ത് ആധാർ. അടുത്തത് ജാനേക്ക് അസലി ആധാർ. ജാനെ എന്നുള്ളതിൻ്റെ രൂഢിഗ്രസ്ത് ആധാർ എന്നാണ് നമ്മൾ ആദ്യമേ ധരിച്ചിരിക്കുന്ന ജാന എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് പറയുന്നുണ്ടല്ലോ, ഒരു വ്യക്തിയുടെ പേര് എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങുന്ന പാരഗ്രാഫിലെ, അതാണ് ആൻസർ എഴുതിയൊക്കെ ഉണ്ട്, അത് മുഴുവൻ എഴുതണം. 2 ജാനയ്ക്ക് അസലി ആധാർ. എന്താണ് ജാനെ എന്നുള്ളതുള്ള യഥാർത്ഥ അർത്ഥം? കവി നമുക്ക് മനസ്സിലാക്കി തന്ന അർത്ഥം എന്താ? അതും അതിൻ്റെ താഴത്ത് പറയുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും ഇതുപോലെ കള്ളി വരച്ച് എഴുതണമെന്നില്ല. നിങ്ങൾ ആദ്യം ജാനയ്ക്ക് രൂഢീകരിച്ച ആധാർ എന്ന് എഴുതിയിട്ട് അണ്ടർലൈൻ കൊടുത്തിട്ട് താഴെ കഥ എഴുതുക. പിന്നെ അതിന് താഴെ ജാനയ്ക്ക് അസലി ആധാർ എന്ന് പറഞ്ഞിട്ട് അതും ടെക്സ്റ്റിൽ നോക്കി എഴുതുക. ഇത് ടെക്സ്റ്റിലുള്ളതാണ് എഴുതേണ്ടത്. ഓക്കെ, പിന്നെ അടുത്തത് ഒരു ക്വസ്റ്റ്യൻ അതിൻ്റെ താഴത്ത് കാണാം. കവിത പർ ടിപ്പണി ലിഖിത്തെ സമയ കിൻ കിൻ ബാത്തോം പർ ധ്യാൻ ദേനാ. നമ്മളൊരു കവിത നമുക്ക് തന്നിട്ട് അതിൻ്റെ ടിപ്പണി നമ്മളോട് എഴുതാൻ പറയുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? കിൻ കിൻ ബാത്തേം ഹം ധ്യാൻ ദേനാ ഹെ. എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? അതും ഒരു 4-5 സെൻറ്റൻസ്. അതായത് ഇപ്പം ഒന്ന് ഞാൻ പറഞ്ഞുതരാം. കവി അവർ കവിതാക്ക പരിചയം. ആദ്യം കവിയെയും കവിതയെയും പരിചയപ്പെടുത്തണം. അങ്ങനെ ഒരു 4-5 സെൻറ്റൻസ് സിമ്പിളാക്കിയിട്ട് എഴുതിയിരിക്കുക. ഒരു ടിപ്പണി എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ ടിപ്പണി എഴുതി കഴിഞ്ഞതിന് ശേഷം, ടിപ്പണി വായിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തൊക്കെ കാര്യങ്ങളാണ് ഏകദേശം ടിപ്പണിയിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ഇത് വർക്ക് തന്നതിന് ശേഷം നിങ്ങൾക്ക് അയച്ചു തരാം. എന്തൊക്കെയാണ് ഒരു ടിപ്പണി എഴുതുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് വേണ്ടതെന്ന്. അപ്പോൾ ആദ്യം നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ഞങ്ങൾക്ക് എഴുതിയിട്ട് അയച്ചു തരാം. ഓക്കെ, ഇനി അത് നിങ്ങൾക്ക് ഈ 2 ക്വസ്റ്റ്യനും നല്ല വൃത്തിയിൽ എഴുതി വെക്കുക. ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്യാണ്ട് ഈ കൂട്ടത്തിൽ മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഒരു ചിത്രവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ പേജ് നമ്പർ 90 കാണാം. സോച്ചം ഏക് ചിത്ര ആപ്പ് സെ ക്യാ കഹ രഹാ ഹൈ. ഈ ചിത്രം നമ്മളോട് എന്താണ് പറയുന്നതെന്നാണ്. അതല്ല നമ്മളിവിടെ എഴുതി വെക്കേണ്ടത്. നമ്മൾ ഈ ചിത്രത്തിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്ന് ഇങ്ങനെ താഴെ എഴുതി വെക്കണം. ചിത്രം നല്ലോണം നിരീക്ഷിക്കുക. എന്നിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ചിത്രത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അതെല്ലാ കാര്യങ്ങളും എഴുതി വെക്കുക. ഓക്കെ, അങ്ങനെ ടോട്ടൽ 3 വർക്കാണുള്ളത്. ഒന്ന് നേരത്തെ പറഞ്ഞ ജാന എന്നുള്ളതിൻ്റെ യഥാർത്ഥ അർത്ഥവും നമ്മൾ മനസ്സിലാക്കിയ അർത്ഥവും എഴുതി വെക്കുക. രണ്ടാമത്തത് ഒരു ടിപ്പണി എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അതിൽ ചേർക്കണം എന്നുള്ളത് രണ്ടാമത്തെ എഴുതി വെക്കുക. മൂന്നാമത്തത് ഈ ചിത്രത്തിലെ പ്രധാനപ്പെട്ട വസ്തുക്കൾ എന്തൊക്കെയാണെന്നുള്ളത് നോട്ടീസത്തിലേക്ക് എഴുതിയെടുക്കുക. അങ്ങനെ 3 വർക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക്സ്.